രവി പുത്തൂരാൻ എന്ന ഒരൊറ്റ കഥാപാത്രത്തിലൂടെ പ്രേക്ഷകരുടെ ആവേശമായി മാറിയ നടൻ റഷീൻ റഹ്മാൻ അഥവാ റഹ്മാൻ. ശ്രീ പി പത്മരാജൻ എന്ന അതുല്യ സംവിധായകൻ മലയാള സിനിമയ്ക്ക് നൽകിയ സമ്മാനം. 1983 പത്മരാജൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ കൂടെവിടെ എന്ന ചിത്രത്തിൽ ഉപനായക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ശ്രീ റഹ്മാൻ സിനിമയിലേക്ക് എത്തുന്നത്. അതിലെ രവി പുത്തൂരാൻ എന്ന കൗമാരക്കാരൻ്റെ വേഷം അവിസ്മരണീയമാക്കിയ റഹ്മാൻ മലയാള സിനിമയുടെ ഉയരങ്ങളിലേക്ക് വളരെ പെട്ടെന്നാണ് എത്തിയത്. തുടർച്ചയായ ഹിറ്റുകൾ റഹ്മാനെ സൂപ്പർ താരനിരയിലേക്ക് എത്തിച്ചു. 80കളിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും തുല്യമോ അതിനും മേലെയോ ആയിരുന്നു പ്രേക്ഷക ഹൃദയങ്ങളിൽ റഹ്മാന് സ്ഥാനം. പി പത്മരാജൻ എന്ന ജീനിയസ് സംവിധായകൻ, പ്രകാശ് മൂവി ടോൺ എന്ന ബാനർ, നായകനായ മമ്മൂട്ടിക്കും നായികയെ സുഹാസിനിക്കും ഒപ്പം തുല്യ പ്രാധാന്യമുള്ള വേഷം. എന്തുകൊണ്ടും ഗംഭീര തുടക്കമായിരുന്നു ശ്രീ റഹ്മാന് ലഭിച്ചത്. ആദ്യ ചിത്രത്തിലെ അഭിനയത്തിന് ഏറ്റവും മികച്ച സഹനടനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ച ശ്രീ റഹ്മാൻ ഉപനായക വേഷത്തിൽ നിന്നും വളരെ പെട്ടെന്നാണ് നായക നിരയിലേക്ക് എത്തിയത്. അക്കാലഘട്ടത്തിലെ സൂപ്പർ ഹിറ്റ് സംവിധായകരായ ഭരതൻ, പത്മരാജൻ, IV ശശി, സത്യനന്ദിക്കാട്, പ്രിയദർശൻ, ശശികുമാർ, സേതുമാധവൻ എന്നിങ്ങനെ ഒട്ടെല്ലാ സംവിധായകരുടെയും ചിത്രങ്ങളിൽ അഭിനയിച്ചു. 80കൾ അക്ഷരാർത്ഥത്തിൽ റഹ്മാൻ കാലഘട്ടമായിരുന്നു. പതിയെ തമിഴിലേക്കും തെലുങ്കിലേക്കും ചൂടുമാറ്റിയ താരം മലയാളത്തിൽ നിന്നും പൂർണ്ണമായും അകന്നു. വർഷങ്ങൾക്ക് ശേഷം ബ്ലാക്ക് എന്ന രഞ്ജിത്ത് മമ്മൂട്ടി ടീമിൻ്റെ ചിത്രത്തിൽ ഉപനായകനായി അഭിനയിച്ചെങ്കിലും പഴയ പ്രതാപം വീണ്ടെടുക്കാനായില്ല. മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി 150ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു. യുവത്വത്തിൻ്റെയും കുടുംബങ്ങളുടെയും ഹരമായിരുന്ന റഹ്മാൻ്റെ ചിത്രങ്ങൾ ഇന്നും റിപ്പീറ്റ് വാല്യൂ ഉള്ളവയാണ്.